ഇന്ന് ടെറസിന്റെ മേലോട്ട് കയറിയപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ച അറിയുന്നു കേട്ടോ. കുറേ നേരം അതിൽ തന്നെ നോക്കിയെന്ന്. തക്കാളിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. 2-3 പഴുത്തിട്ടുണ്ട്. ഇതാ ഉണങ്ങിപ്പോയ കറിവേപ്പിലൊക്കെ റെഡി വരുന്നുണ്ട്. ഈ മുളകിന്റെ തൈ ഇതിൽ തന്നെ വിത്ത് വേണം ഉണ്ടായതാണ് കേട്ടോ. ഞാൻ ആദ്യം പറിച്ചിട്ടാലോന്ന് തോന്നി, കറിവേപ്പിലിനെ ബാധിച്ച. പിന്നെ അത് നല്ലൊരു ആരോഗ്യമുള്ളൊരു തൈ ആയതുകൊണ്ട് തന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. പെട്ടെന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട്. ആ തക്കാളിനെ നോക്കിയിരിക്കുന്നു കേട്ടോ. നമ്മളപ്പുറത്തെ വീട്ടിലുള്ള മാവാണ് കേട്ടോ. കണ്ണയിൽ നിറയെ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അത് ഏതാണ്, കാണാൻ നല്ല രസമുണ്ട്. ഒന്നായിട്ട് പോയിട്ടേക്കണം. പിന്നെ നമ്മളൊരു മുളക് തൈൻ്റെ അവസ്ഥയാണ് കേട്ടോ. അതിൽ മുളകൊക്കെ കായ്ച്ചിട്ടുണ്ട്. ചെറിയ തൈയാണ്. അതിൽ മുളകൊക്കെ കായ്ച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മരം കേട് വന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ തൂമ്പൊക്കെ അടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു മുളകായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത്. ആദ്യമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ അത് ഉണ്ടായിക്കോളെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വെക്കും. അങ്ങനെ വെച്ചിടത്തോളം ആ മരം കേട് വന്ന് പോയിക്കുക, അതിൽ കായ് ഉണ്ടാവാതെ പോയിക്കാന്നല്ലാണ്ട് വേറെ യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. കാന്താരി 2 ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഞാനത് 2 മുറിച്ച് മാറ്റുന്നുണ്ട്. നമുക്ക് വിത്ത് പാകാൻ വെക്കാം. അതിലുള്ള കാതെടുത്ത് പോയിട്ടുണ്ട്. മൊത്തത്തിലൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഇതിൽ മണ്ണ് മാത്രമേ ഉള്ളൂ. ഇനി ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോട്ടിൽ കവറിൽ ഗ്രോ ബാഗിൽ ഇതാ ഒരു മുളക് വീണ് കിടക്കുന്നുണ്ട്. വാടി വീണതാണോ എന്താണെന്ന് അറിയില്ല. വെയിലിൻ്റെ കടുപ്പം കൊണ്ടായിരിക്കും ചിലപ്പം. അപ്പോഴാണ് അതിൻ്റെ തൂമ്പൊക്കെ ശ്രദ്ധിച്ചത്. തൂമ്പൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു മുരടിപ്പ് കാണുമ്പോൾ തന്നെ അത് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ആ മരം അങ്ങനെയാണ് നശിച്ചു പോകും. ഒരുപാട് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, എല്ലാത്തിൻ്റെയും തൂമ്പടച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് മുളക് ഉണ്ടായാണ് കേട്ടോ. ചിലതൊക്കെ ചെറിയ മരമാകുമ്പോൾ തന്നെ അങ്ങോട്ട് കേടന്ന് പോകും. പക്ഷെ ഈ ഒരു മരത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്തു. ഇനി അതിന്ന് പുതിയ എന്താ പറയുക മുള പൊട്ടി വന്നോളും. ഞാൻ ഇതിന് മുന്നേ കട്ട് ചെയ്ത് കൊടുത്ത ഒരു സംഭവമാണ് കേട്ടോ അത്. അതിലിതാ പുതിയ മുളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ 3 കേട്ടോ മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നുള്ള. 3 ഇതുപോലെ തൂമ്പടച്ച് കേട് വന്ന് പോയപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ തൂമ്പാണ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു 4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അതൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഉഷാറായി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ നമ്മളെ പയറ് ഞാൻ ഉണങ്ങാൻ വിട്ടിരുന്ന കുറച്ച് പയറിൻ്റെ വെള്ളിയിൽ ഞാൻ വിത്താക്കാൻ വെച്ചതായിരുന്നു. അത് കുറച്ചൊരു ഞാനത് പറിക്കാൻ ലേറ്റ് ആയപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് മൂത്തില്ല, ഇനിയിപ്പോൾ എടുക്കണ്ട, അവിടെ കിടന്ന് ഉണങ്ങിയാൽ വിത്താക്കാലോ എന്ന് വെച്ചിട്ട് ഒരു 3-4 എണ്ണം അങ്ങനെ അത് വിത്തും കാര്യങ്ങളും വളവും വിത്തൊക്കെ വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, അതിൽ വെച്ചു. നമ്മൾ നേരത്തെ പറിച്ച കാന്താരിക മുളകും അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. മേലെ കയറിയാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോരോ പണികൾ ഇങ്ങനെ. പക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ആസ്വദിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ചെറുതാണെങ്കിലും വളരെ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ. വീഡിയോസായിട്ട് ഇനിയും വരാം.